ഇല്ലായ്മകളുടെ നടുവിലേക്കായിരുന്നു പിറവി. പട്ടിണിയും കഷ്ടപ്പാടും മറക്കാൻ കലയായിരുന്നു ഏകമാർഗം. മണൽ വാരിയും ഓട്ടോ ഓടിച്ചും ഉപജീവനം നടത്തുമ്പോഴും കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം മനസ്സിൽ കാത്തു സൂക്ഷിച്ചു. പാട്ടും പറച്ചിലും അഭിനയവും ഒക്കെയായി അയാൾ പതുക്കെ മലയാളികളുടെ ഇടം നെഞ്ചിലേക്ക് കുടിയേറി. ചിരിപ്പിച്ചും കരയിപ്പിച്ചും കയ്യടിപ്പിച്ചും ചടുലമായ താളത്തിനൊപ്പം ചൂടുവെപ്പിച്ചും ആ ചാലക്കുടിക്കാരൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചങ്ങാതിയായി. മലയാളികൾ ഇന്നും ആഘോഷിക്കുന്ന പേര് കലാഭവൻ മണി. ചാലക്കുടി ചേനത്തുനാട് ഗ്രാമത്തിലെ കുന്നശ്ശേരി രാമൻ്റെയും അമ്മണിയുടെയും 7ാമത്തെ മകനായി 1971 ജനുവരി 1 മണിയുടെ ജനനം. അച്ഛൻ കൂലിപ്പണിയെടുത്ത് നേടുന്നത് കൊണ്ട് മാത്രം വീട്ടിലെ ദാരിദ്ര്യം മാറിയിരുന്നില്ല. പട്ടിണിയും കഷ്ടപ്പാടുമൊക്കെ അനുഭവിച്ചായിരുന്നു ബാല്യം. ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു മണി പഠിച്ചിരുന്നത്. സ്കൂളിലെ ഉച്ചക്കഞ്ഞി മണിക്ക് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. തോറ്റു പഠിക്കുമ്പോഴും കലാകായിക രംഗത്ത് ഒന്നാമനായിരുന്നു. ഓട്ടവും ചാട്ടവും മിമിക്രിയും മോണാക്റ്റും പദ്യപാരായണവും കൊണ്ട് സഹപാഠികളെയും അധ്യാപകരെയും കയ്യിലെടുത്തു. അങ്ങനെയാണ് 1987 സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത്. കൊല്ലത്ത് നടന്ന യുവജനോത്സവത്തിൽ മോണാക്റ്റിൽ മണി 1ാം സ്ഥാനം നേടി. അതായിരുന്നു മണിയുടെ ജീവിതത്തിലെ വഴിത്തിരിവ്. 10ാം ക്ലാസ്സിൽ 2ാം തവണയും തോറ്റതോടെ മണി പഠനം അവസാനിപ്പിച്ച് ഓട്ടോ ഓടിക്കാൻ പഠിച്ചു. പകൽ ചാലക്കുടി പുഴയിൽ നിന്ന് മണൽ വാരും, ഓട്ടോ ഓടിക്കാൻ പോകും, തെങ്ങ് കയറും, കിണർ കുത്താൻ പോകും. ജീവിതത്തിൽ മണി ചെയ്യാത്ത ജോലികൾ കുറവായിരുന്നു. രാത്രി കിട്ടുന്ന വേദികളിൽ മിമിക്രി അവതരിപ്പിക്കും. ചെറിയ ട്രൂപ്പുകൾക്കൊപ്പമായിരുന്നു തുടക്കം. അങ്ങനെ ഒരു പരിപാടിക്കിടെയാണ് തൃശ്ശൂർ പീറ്റർ എന്നയാളെ മണി പരിചയപ്പെടുന്നത്. പീറ്റർ മണിയെ കലാഭവനിലെത്തിച്ചു. ആവേലച്ചനെയും വിധികർത്താക്കളായ മറ്റ് കലാകാരന്മാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മണി കലാഭവൻ അംഗമായി. പിന്നീട് ടീം ലീഡറുമായി. കേരളത്തിലും വിദേശത്തുമായി കൈനിറയെ പ്രോഗ്രാമുകൾ. ആർക്കും അനുകരിക്കാനാവാത്ത നമ്പറുകളും പാട്ടുകളുമായി മണി കയ്യടി വാങ്ങിക്കൂട്ടി. അതിനിടെ വിനോദശാല എന്ന ടെലിവിഷൻ പരമ്പരയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു. അതോടെ കലാഭവനിൽ നിന്ന് മാറേണ്ടി വന്നു. പിന്നാലെ സിനിമാ മോഹവുമായി സംവിധായകരെയും അണിയര പ്രവർത്തകരെയും ഒക്കെ കണ്ടുമുട്ടി. 1995 അമ്പിളി സംവിധാനം ചെയ്ത സമുദായം എന്ന ചിത്രത്തിൽ വേഷം നൽകി. പിന്നാലെ സിബി മലയിൽ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രം അക്ഷരത്തിൽ ഓട്ടോക്കാരനായി അഭിനയിച്ചു. അതിൽ 1-2 ഡയലോഗുകളും കിട്ടി. എന്നാൽ ലോഹിതദാസിന്റെ രചനയിൽ സുന്ദർദാസ് സംവിധാനം ചെയ്ത സല്ലാപമായിരുന്നു മണിക്ക് കിട്ടിയ ബ്രേക്ക്. ചാലക്കുടിയിൽ ഏതോ സ്കൂളിൽ നടന്ന പരിപാടിയിൽ മണി അവതരിപ്പിച്ച മിമിക്രി കണ്ടാണ് ലോഹിതദാസ് മണിയെ സല്ലാപത്തിലേക്ക് ക്ഷണിച്ചത്. അവിടെ കാത്തിരുന്നത് ചെത്തുകാരൻ്റെ വേഷം. ജീവിതത്തിൽ ആടിക്കൊണ്ടിരിക്കുന്ന വേഷം വെള്ളിത്തിരയിൽ മണി മികച്ചതാക്കി. നായികയായ മഞ്ജു വാര്യരെ നോക്കി തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി എന്ന് നീട്ടിപ്പാടിക്കൊണ്ട് മണി മലയാള സിനിമയിൽ വരവറിയിച്ചു. കൂടുതൽ ചിത്രങ്ങൾ മണിയെ തേടിയെത്തി. തൊട്ടടുത്ത വർഷം ഉദ്യാനപാലകൻ, കിരീടമില്ലാത്ത രാജാക്കന്മാർ, കല്യാണ സൗഗന്ധികം, ദില്ലിവാല രാജകുമാരൻ എന്നിങ്ങനെ 12ഓളം ചിത്രങ്ങളിൽ മണി വേഷമിട്ടു. പിന്നീട് അത് വർഷത്തിൽ 20-30 ചിത്രങ്ങളായി ഉയർന്നു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പം വില്ലനായും സഹനടനായും ഹാസ്യതാരമായും മണി അരങ്ങുവാണു. സംവിധായകൻ വിനയനാണ് മണിയെ നായകനായി പരീക്ഷിക്കുന്നത്. വാസ്നിയിൽ ലക്ഷ്മി പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ അന്ധഗായകനായ രാമുവായി മണി മാറി. പ്രേക്ഷകർ ഒന്നടങ്കം മണിയുടെ രാമുവിനെ സ്വീകരിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം, കേരള സർക്കാരിൻ്റെ പ്രത്യേക ജൂറി പരാമർശം, സത്യൻ ഫൗണ്ടേഷൻ അവാർഡ്, മാതൃഭൂമി അവാർഡ്, ഏഷ്യാനെറ്റ് അവാർഡ് എന്നിങ്ങനെ അംഗീകാരങ്ങൾ മണിയെ തേടിയെത്തി. അത് മണി എന്ന നടൻ്റെ കരിയർ ഗ്രാഫ് മാറ്റി എഴുതി. പിന്നീടുള്ള ചിത്രങ്ങളിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ള വേഷങ്ങളിലേക്ക് മണി പരിഗണിക്കപ്പെട്ടു. കരുമാടിക്കുട്ടൻ, ദി ഗ്യാങ്, ഗാർഡ്, ആകാശത്തിലെ പറവകൾ, വാൽക്കണ്ണാടി, ബെൻ ജോൺസൺ, ലോകനാഥൻ IAS എന്നിങ്ങനെ ചിത്രങ്ങളിൽ കൂടി മണി നായകനായും സഹനടനായും വില്ലനായും ഹാസ്യതാരവും ഒക്കെയായി മണി കയ്യടി വാങ്ങിക്കൂട്ടി. കഥാപാത്രങ്ങളുടെ നടപ്പുശീലങ്ങളിൽ നിന്നെല്ലാം മണി വഴിമാറി സഞ്ചരിച്ചു. അന്ധനായ രാമുവിനെ അവതരിപ്പിക്കാൻ മണിക്കൂറുകളോളം കണ്ണുകൾ മുകളിലേക്കാക്കി അഭിനയിച്ച മണി ചോട്ട മുംബൈയിൽ എത്തുമ്പോൾ മറ്റൊരു തരം വില്ലനാകുന്നു. പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ചും തൻ്റെ ക്രൂരത കൊണ്ട് ആളുകളെ ഭയപ്പെടുത്താനും കെൽപ്പുള്ള വില്ലൻ. വല്യേട്ടനിൽ മമ്മൂട്ടിക്കൊപ്പം കട്ടയ്ക്ക് നിന്ന് കാട്ടിപ്പള്ളി പപ്പൻ, വിക്രമിനെ വിറപ്പിച്ച സൈക്കോ വില്ലൻ തേജ. ആ മണിയെ മലയാളത്തിന് പുറത്ത് തമിഴും തെലുങ്കും ഒരുപോലെ സ്വീകരിച്ചു. രജനീകാന്ത്, കമൽഹാസൻ, ഐശ്വര്യ റായ്, വിക്രം, വിജയ്, സൂര്യ എന്നിങ്ങനെ താരങ്ങൾക്കൊപ്പവും മണി അഭിനയിച്ചു. ജെമിനിയിൽ വിക്രമിനെ പോലും നിഷ്പ്രഭമാക്കിയ മണിയെ സ്റ്റൈലിഷ് വില്ലൻ എന്ന പേര് നൽകിയാണ് തമിഴും സ്വീകരിച്ചത്. അവിടെയും മണിയുടെ കട്ടൗട്ടുകൾ ഉയരുന്നത് മലയാളം അഭിമാനത്തോടെ നോക്കി നിന്നു. അപ്പോഴും വന്ന വഴി മണി മറന്നില്ല. സാധാരണക്കാരെ ചേർത്ത് പിടിച്ചു, അവരുടെ ആവശ്യങ്ങളിൽ സഹായിച്ചു, ഒപ്പം നിന്നു. സിനിമയേക്കാൾ പാട്ടുകളാണ് മണിക്ക് കൂടുതൽ കയ്യടി നേടിക്കൊടുത്തത്, അതും നാടൻ പാട്ടുകൾ. നാടൻ പാട്ടിനെ ഇത്രത്തോളം ജനകീയമാക്കിയതിൻ്റെ ക്രെഡിറ്റ് മണിക്ക് അവകാശപ്പെട്ടതാണ്. സ്റ്റേജ് ഷോകളിലും കാസ്റ്റുകളിലും സീഡുകളിലുമൊക്കെയായി അത് കേരളം മുഴുവൻ കേട്ടു. മാപ്പിളപ്പാട്ടും ഭക്തിഗാനങ്ങളുമൊക്കെ മണിയുടെ ശബ്ദത്തിൽ പുറത്തു വന്നു. അഭിനയിക്കുന്ന ചിത്രങ്ങൾ പാടിയ പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായി. മറ്റാർക്കും പാടി ഫലിപ്പിക്കാൻ കഴിയാത്ത താളവും ശ്രുതിയുമൊക്കെയായിരുന്നു മണിയുടെ പാട്ടിൻ്റെ അനന്യത. അനുഭവങ്ങളുടെ കരുത്തിൽ പാടുന്ന വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരഭാവങ്ങളെ അത്ര എളുപ്പം മറ്റാർക്കും അനുകരിക്കാനും സാധിക്കുമായിരുന്നില്ല.
ലൈവ് കൺസേർട്ടുകളിൽ ആളുകളുടെ കണ്ണ് നനയിപ്പിക്കാനും നൃത്തം ചെയ്യിപ്പിക്കാനും മണിക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ്. 3-4 മണിക്കൂറൊക്കെ ഒറ്റയ്ക്ക് നിന്ന് ആളുകളെ രസിപ്പിക്കുകയും കയ്യടി വാങ്ങുകയും ചെയ്തത് അങ്ങനെയാണ്. റാപ്പറെന്നും ബാൻഡെന്നുമൊക്കെ നാം കേട്ടു തുടങ്ങും മുൻപേ മണി ഒറ്റയാനായി ആ വഴികളൊക്കെ നടന്നു തീർത്തിരുന്നു. ആ പാട്ടും പറച്ചിലും നിലച്ചിട്ട് 9 കൊല്ലമാവുന്നു. 2016 മാർച്ച് 6-നായിരുന്നു മണിയുടെ അപ്രതീക്ഷിത വിയോഗം. ഒരിക്കൽ മണി പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞ ശേഷമായിരിക്കും എല്ലാവരും എന്നെ കൂടുതൽ അംഗീകരിക്കുക. കാലങ്ങളോളം എന്നെ ഓർക്കാനുള്ളത് ഇവിടെയുണ്ട്. ശരിയാണ്, മണിയുടെ പേരോ സീനുകളോ പാട്ടുകളോ ഇല്ലാതെ ദിവസം കടന്നു പോകാറില്ല. അത് ടെലിവിഷൻ പരിപാടിയായാലും കോമഡി പരിപാടിയായാലും ഗാനമേള ആയാലും. അടുത്തിടെ റാപ്പർ വേടൻ മണിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ പങ്കുവെച്ചുകൊണ്ട് നിർത്താം. മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പുള്ളിയൊക്കെ ഇറക്കിയേനെ, ചുമ്മാ കത്തിയേനെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുള്ളി ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിൽ വന്ന് പെർഫോം ചെയ്യുന്നത്. വേടൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും റീലുകളിലുമൊക്കെ മണിയുടെ പഴയ സ്റ്റേജ് ഷോകൾ ഇപ്പോഴും തരംഗമാണ്. കാരണം കലാഭവൻ മണി എന്നാൽ മലയാളികൾക്ക് അന്നും ഇന്നും ആഘോഷമാണ്.